കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളൊക്കെ മാറി മറിയാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. കേരളത്തിലിപ്പോൾ UDF VD സതീശൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞെട്ടിക്കുന്ന പല തീരുമാനങ്ങളും വരും, നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. നേരെ ഉൾട്ടയാണോ സംഭവിക്കാൻ പോണത്? ശരിക്കും പറഞ്ഞാൽ RSP പിളരുന്നു എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നത്. ഉന്നത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ഷിബു ബേബി ജോൺ ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രേമേന്ദ്രൻ നിലവിൽ UDF തന്നെ തുടരും. അദ്ദേഹം BJPയിൽ പോകാനുള്ള സാധ്യതയും ആരും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് ചവറയിൽ നിന്നും അദ്ദേഹം പരാജയപ്പെട്ടത്. ഏകദേശം 1500 പരം വോട്ടുകൾക്കാണ് അവിടെ വിജയൻ പിള്ളയുടെ മകൻ സുജിത്ത് വിജയൻ പിള്ള വിജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷിബു ബേബി ജോണിന് വളരെ വളക്കൂറുള്ള മണ്ണായിരുന്നു ചവറ. അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ ദീർഘകാലം അവിടെ MLA ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷിബു ബേബി ജോൺ ഇത്തവണ വിജയിക്കും, അല്ലെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം കാറ്റി പറത്തിക്കൊണ്ടാണ് സുജിത്ത് വിജയൻ പിള്ള അവിടെ വിജയം നേടിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അവിടെ അന്ന് BJP ഒരു C ക്ലാസ് മണ്ഡലമായിരുന്നു. പക്ഷേ BJP അവിടെ നിർത്തിയ സ്ഥാനാർത്ഥി ഒരു സീരിയൽ താരമായ വിവേക് ഗോപനായിരുന്നു. വിവേക് ഗോപൻ ആ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ജനപ്രിയ പരമ്പരകളിലെ നായകൻ കൂടിയായതിനാൽ തന്നെ കുറേയേറെ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ സമാഹരിക്കാൻ വിവേകിന് കഴിഞ്ഞു. അപ്പോൾ വിവേകിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ അത് UDFൻ്റെ വോട്ടുകളാണ് ചോർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷിബു ബേബി ജോണിന് അവിടെ പരാജയം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തുച്ഛമായ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ഇനി ചവറയിൽ നിൽക്കാനുള്ള താല്പര്യം കുറഞ്ഞിരിക്കുകയാണ്. കാരണം തൻ്റെ പിതാവിൻ്റെയും ഒക്കെ മണ്ണായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ തോൽവി അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ്. പിന്നീട് AICC അനാരോഗ്യം മൂലം മാറുകയും ഷിബു ബേബി ജോൺ RSPയുടെ തലപ്പത്തെത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ഇനി ചവറയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ പേടിയുണ്ട്, ജയിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്, ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇടതുപക്ഷത്ത് നിന്ന് ഇത്തരത്തിലൊരു ക്ഷണം ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി മുകേഷിന് 2 ടേം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം ആരോപണങ്ങളുടെ നിഴലിലായതുകൊണ്ട് തന്നെ ഗുരുദാസിന് ശേഷം എത്തിയ മുകേഷിന് അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ബിന്ദു കൃഷ്ണ വളരെ തുച്ഛമായ 2000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് മുകേഷിന് ജയിക്കാൻ കഴിഞ്ഞത്. അത് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് പോലെ, കോൺഗ്രസ് അണികൾ അവകാശപ്പെടുന്ന പോലെ കോൺഗ്രസ് തന്നെ കാലുവാരിയതാണ്. കാരണം ശൂരനാട് രാജശേഖരനും ഒപ്പം സൂരജ് രവിയുമൊക്കെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ വലിക്കുകയും തുടർന്നാണ് ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണ അവിടെ ജയിക്കുമായിരുന്നു. സ്വാഭാവികമായും ഇത്തവണയും ബിന്ദു കൃഷ്ണ അവിടെ സീറ്റ് ചോദിച്ച് വാങ്ങും. കഴിഞ്ഞ തവണയും അത്തരത്തിൽ സീറ്റ് ലഭിക്കാതിരുന്നപ്പോൾ കരഞ്ഞ് സീറ്റ് വാങ്ങുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ PC വിശ്വനാഥനായിരുന്നു കൊല്ലത്ത് നിർത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് PC വിശ്വനാഥനെ കുണ്ടറയിലേക്ക് മാറ്റിക്കൊണ്ടാണ് ബിന്ദു കൃഷ്ണയെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ ബിന്ദു കൃഷ്ണ കൊല്ലം കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഷിബു ബേബി ജോണിന് ഇനി കൊല്ലം സീറ്റ് കിട്ടാനുള്ള സാധ്യത UDFൽ നിന്നാലില്ല. മറിച്ച് LDFലേക്ക് വന്നാൽ ഇപ്പോൾ LDFന് അവിടെ നിർത്താനൊരു സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ കൊല്ലത്തുള്ളത്. കാരണം മുകേഷിനെ ഇനി നിർത്തില്ല. സ്വാഭാവികമായും ഗുരുദാസനൊക്കെ അനാരോഗ്യമാണ്. പിന്നീടുള്ള സുദേവനും വരദരാജനെയൊക്കെ പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊന്നും ഒരു സ്ഥാനാർത്ഥിത്വത്തിന് കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ചിന്താ ജെറോമിനെ പോലെയുള്ളവരെ കൊണ്ടുവന്നാൽ ഇത് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ പരാജയം CPM മണക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷിബു ബേബി ജോണിനെ പോലെ കരുത്തനായ ഒരാളെ LDFലേക്ക് കൊണ്ടുവന്നാൽ സ്വാഭാവികമായും ഷിബുവിന് നല്ല പിൻബലമുള്ള മണ്ണാണ് കൊല്ലം. അതുമാത്രമല്ല, കൊല്ലത്ത് ഈ ഇത്തരത്തിൽ മുകേഷ് 2 തവണ സീറ്റ്, ഇത്രയും ദുർബലനായ സ്ഥാനാർത്ഥിയായിട്ട് പോലും 2 തവണ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ ആനുകൂല്യമുണ്ട്. അങ്ങനെയാണെങ്കിലേ ഈ ഷിബു ബേബി ജോണിനേക്കാൾ ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ കരുത്തൻ പ്രേമേന്ദ്രനല്ലേ? അല്ല, പ്രേമേന്ദ്രനെ വലിച്ചാൽ പോരെ? പ്രേമേന്ദ്രന് ഒരു കാരണവശാലും LDFലേക്ക് പോകാൻ യാതൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പ്രേമേന്ദ്രൻ്റെ ഒറ്റ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഇത്രയും കാലമെങ്കിലും UDFൽ ഇവർ പിടിച്ചു നിന്നത്. കാരണം NK പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം LDFനോട് അത്രയധികം വിരോധമുള്ളൊരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് പ്രേമേന്ദ്രൻ. അതുമാത്രമല്ല, അദ്ദേഹം ഇനി അഥവാ പോകുന്നെങ്കിൽ BJPയിലേക്കുള്ള പോകാനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. ഉദ്ധവ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേമേന്ദ്രൻ കരുത്തനാണ്. എവിടെ നിർത്തിയാലും കൊല്ലം ജില്ലയിലെ ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ
അദ്ദേഹത്തിന് ഇടതുപക്ഷത്തേക്ക് പോകാൻ യാതൊരു താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഒറ്റ താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇത്രയും കാലമെങ്കിലും RSP UDFിൽ പിടിച്ചു നിന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അസീസൊക്കെ പലതവണ പറഞ്ഞതാണ് ഇടതുപക്ഷത്തേക്ക് പോകാമെന്ന്. പക്ഷേ പ്രേമചന്ദ്രൻ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് പോകാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളൊരു നിലനിൽപ്പ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ 5 സീറ്റുകളാണ് കൊടുത്തത്. ഈ 5 സീറ്റുകളിൽ RSP പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇരുവരുമൊക്കെ കൊടുത്തത്. ബാബു ദിവാറിനൊക്കെ മത്സരിച്ചു, തോറ്റു പല മണ്ഡലങ്ങളും. പിന്നെ അവർ പറയുന്നത് ജയസാധ്യതയില്ലാത്ത കുറേ മണ്ഡലങ്ങൾ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഷിബു ബേബി ജോണിന് വിജയിക്കാവുന്ന എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് തോൽക്കേണ്ടി വന്നു. അപ്പോൾ ഷിബു ബേബി ജോൺ അടുത്ത തവണ ഭരണം കിട്ടൂല എന്ന് കണ്ടിട്ട് പോകുന്നതായിട്ട് വേണമെങ്കിലും കണക്കാക്കിക്കൂടെ? അതെ, തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ LDFിൽ വന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രേമേന്ദ്രൻ വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാബു ദിവാറിനൊക്കെ ഇനിയിപ്പോൾ പ്രായാധിക്യം ആയിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അസീസും വീട്ടിൽ വിശ്രമത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പം RSP എന്ന് പറഞ്ഞാൽ പണ്ട് തന്നെ 3 പേരുടെ സംഘമായിരുന്നു. അതായത് അസീസും പ്രേമേന്ദ്രനും ഷിബു ബേബിയാണ്. ഈ 3 പേരുമാണ്. അപ്പോൾ ഈ 3 പേര് എന്ത് തീരുമാനിക്കുന്നു അതായിരുന്നു. അതിലിപ്പോൾ അസീസ് അനാരോഗ്യം മൂലം മാറി. പ്രേമേന്ദ്രൻ ഇനി BJPയിൽ പോകുമോ എന്നുള്ള കാര്യമൊന്നും സംശയത്തിലിരിക്കുക. അപ്പോൾ ഷിബു ബേബിനെ സംബന്ധിച്ച് ആ ഒരു വിഭാഗം LDFിലെത്തിയാൽ അവർക്ക് ഒരു സീറ്റ് കൊടുത്താൽ കൊല്ലം സീറ്റ് നിഷ്പ്രയാസം LDFിൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനവും അദ്ദേഹത്തിന് നൽകാം ഭരണം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് കൊല്ലത്ത് RSPക്ക് അത്ര വോട്ടുണ്ടോ? കൊല്ലത്ത് RSPക്ക് നല്ല വോട്ടുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വളക്കൂറുള്ളൊരു മണ്ണായിരുന്നു കൊല്ലം. RSPയെ സംബന്ധിച്ചിടത്തോളം ഇരവിപുരം മണ്ഡലം ഈ പറഞ്ഞതുപോലെ RSP അസീസൊക്കെ 2 തവണ വിജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പുനഃസംഘടന വന്നപ്പോൾ കുറേയേറെ ഭാഗമൊക്കെ കൊല്ലം മണ്ഡലത്തിൻ്റെ ഭാഗമായി വന്നു. അതോടൊപ്പം തന്നെ ഈ കടലോര പ്രദേശം, കടപ്പുറം പ്രദേശമൊക്കെ നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ കൊല്ലം മണ്ഡലത്തിനാണ്. അപ്പോൾ അത് ചവറയിൽ നിന്ന് ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം തന്നെ ഷിബു ബേബി ജോൺ കൊല്ലം ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹം കൊല്ലം കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന ആളാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിന് വലിയൊരു പിന്തുണ ജനങ്ങൾക്കിടയിലുണ്ട്. ഈ പറഞ്ഞതുപോലെ ചവറ നിന്ന് മാറിക്കൊണ്ട് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ ഈ ചിന്താ ജെറോമിനെ പോലെയോ അല്ലെങ്കിൽ മുകേഷിനെ പോലെ അല്ല, അദ്ദേഹത്തിൻ്റേതായ കുറേ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. LDFിൻ്റെ കേഡർ വോട്ടുകൾ കൂടി ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബിന്ദു കൃഷ്ണയാണ് കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്നതെങ്കിൽ ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു വിഭാഗം മുഴുവൻ UDFിൽ എതിരുണ്ട്. കാരണം ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ വിജയിക്കാവുന്ന ഏറ്റവും കൂടുതൽ വലിയൊരു സാഹചര്യമാണ് ഈ സൂരജ് രവി വിഭാഗവും. ഇപ്പോൾ ശിവനാഥ് രാജശേഖരൻ അദ്ദേഹം മരിച്ചു. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബങ്ങളും വിഭാഗങ്ങളും ഒക്കെ ബിന്ദു കൃഷ്ണയ്ക്കെതിരാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ബിന്ദു കൃഷ്ണയ്ക്കെതിരായതുകൊണ്ട് തന്നെ LDF ഈ ഒരു കളം പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു കളം മാറ്റി ചവിട്ടിയാൽ ഒരുപക്ഷെ ഒരു വിജയസാധ്യത LDFിന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഷിബു ബേബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേട്ടമാണ്. കാരണം ഒരു മൂന്നാമതൊരു ഭരണം കൂടി ലഭിച്ചാൽ അദ്ദേഹത്തിനൊരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. പ്രേമചന്ദ്രൻ സേഫായിട്ട് തന്നെ MP ആയി അവിടെ നിൽക്കും. ഇനി BJPയിലേക്ക് പോയിക്കൂടായികയുമില്ല. മറ്റ് 2 പേരും ഇപ്പോൾ ബാബു ദിവാറിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ASSനെ സംബന്ധിച്ചും അവർ പ്രായാധിക്യം മൂലം അവർ വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ ഷിബു ബേബിയുടെ മുന്നിൽ ഇനി തടസ്സങ്ങളൊന്നുമില്ല. മറിച്ച് ഇപ്പോൾ UDFിൽ തന്നെ നിന്നാൽ ചവറ നിന്നാൽ ഒരു പക്ഷേ പരാജയപ്പെടും. കൊല്ലം സീറ്റ് അദ്ദേഹത്തിന് കിട്ടുകയുമില്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടെയുള്ള വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.